നമസ്കാരം എല്ലാവർക്കും ടെക്നോളജി മലയാളത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് മലയാളം ടൈപ്പോഗ്രഫിയെക്കുറിച്ചാണ്. അതായത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ടെക്സ്റ്റുകൾ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ഇത് ആർക്കും തന്നെ വളരെ എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്ന ഒന്നാണ്. ഇതിനായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അഡോബിൻ്റെ ഇല്ലുസ്ട്രേറ്റഡ് ഡ്രോ എന്ന ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസാണ് ലഭിക്കുക. താഴെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് വേണ്ട ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ സ്ക്വയർ ഫോർമാറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ബ്രഷുകളും കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഈ ബ്രഷാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്കിവിടെ ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ ബ്രഷിൻ്റെ ഒപ്പാസിറ്റി, എത്രത്തോളം ഡാർക്ക്നെസ് വേണം എന്നൊക്കെയുള്ളത്. പിന്നെ ഇവിടെയുള്ള കളറാണ്, നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ സാധിക്കും. ഞാനിവിടെ ഒരു റെഡ് കളറാണ് സെലക്ട് ചെയ്യുന്നത്. റെഡ് കളർ സെലക്ട് ചെയ്തു. ശേഷം ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ സ്ക്രീൻ ലഭിക്കുന്നതാണ്. നമുക്കിവിടെ ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ താജ് എന്ന ടെക്സ്റ്റാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും എഴുതാവുന്നതാണ്. ശേഷം ഈ ടെക്സ്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് മുകളിൽ കാണുന്ന ഈ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം കോപ്പി ഇമേജ് ടു ഗാലറി സെലക്ട് ചെയ്യുക. എന്നിട്ട് PNG വിത്ത് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. നമുക്കിവിടെ സേവ് ടു ഗാലറി എന്ന ഒരു മെസ്സേജ് കാണിക്കുന്നതായിട്ട് കാണാം. ശേഷം നമ്മൾ ആ ടെക്സ്റ്റ് ഇമേജിലേക്ക് കൊണ്ടുവരാനായിട്ട് പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. ഇനി നമ്മൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം എഡിറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഇവിടെ ടെക്സ്റ്റ് കൊണ്ടുവരാനായിട്ട് നമ്മൾ മുന്നേ ചെയ്ത ടെക്സ്റ്റ് കൊണ്ടുവരാനായിട്ട് ഇവിടെ ആഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുന്നേ PNG ആയിട്ട് സേവ് ചെയ്ത ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആ ടെക്സ്റ്റിനെ ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം ചെയ്യാവുന്നതാണ്. ശേഷം ഈ ടിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ആരോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗാലറി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സേവ്ഡ് ടു ഗാലറി എന്ന് മുകളിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഇമേജ് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഇത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.